ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ ഒരു നേരം പോലും വീട്ടിൽ നിൽക്കില്ല എന്ന് പണ്ട് എപ്പോഴും വീട്ടുകാർ പറയായിരുന്നു കേട്ടോ. കാരണം ഒരു അവധി എന്നുള്ളത് വീട്ടുകാരല്ല, നാട്ടുകാർ തന്നെ പറയാം അവധിയാണോ ശരി, രണ്ടും കൂടി ദാണ്ടേ ഇറങ്ങുന്നു, രണ്ടും കൂടി ദേ പോകുന്നു എന്ന് എപ്പോഴും പറയും. ഇപ്പോൾ ഒറ്റയ്ക്ക് എങ്ങാനും നടക്കുവാണെങ്കിൽ അപ്പം തന്നെ ചോദിക്കും മറ്റത് എന്തെന്ന് ചോദിക്കും. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ പുള്ളിക്കാരനെ തിരക്കും, ചിന്നു പോവുകയാണെങ്കിൽ എന്നെ തിരക്കും, ആ ഒരു രീതിയാണ്. പിന്നെ ഇടക്കാലമായപ്പോഴത്തേക്കും അങ്ങനെ പോക്ക് കുറച്ച് കുറഞ്ഞു. കാരണം കുറച്ച് തിരക്കൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങ് പോക്ക് കുറഞ്ഞായിരുന്നു. ഇപ്പം അതാണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഹാമ്പറിൻ്റെ സെറ്റിങ് തുടങ്ങിയതോടുകൂടി എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ എറണാകുളം പോകാൻ തുടങ്ങി. രസമല്ലേ. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പം ഞങ്ങൾ പോകുന്ന അക്കരയ്ക്കാണ്. അക്കരയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈക്കത്തോട്ട്, അപ്പോൾ അങ്ങോട്ട് പോകുന്ന വരുന്നില്ല. ഇപ്പോൾ ശംഖും കണ്ണനും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പുറം വഴി കറങ്ങി ബണ്ട് വഴി കയറി ഐസ്ക്രീമൊക്കെ കഴിച്ചായിരുന്നു പോകുന്നത്. ഇതിപ്പോൾ ഞാനും ചിന്നും കൂടി ആയതുകൊണ്ട് ബസ്സിലും ബോട്ടിലൊക്കെയാണ്. ഈ ബോട്ടിൽ പോകുന്ന പരിപാടി ആക്ച്വലി അടിപൊളിയാണ്. പക്ഷേ ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് എത്തായിരുന്നു. 10 മിനിറ്റ് നടപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഓട്ടോ പിടിച്ചാണല്ലോ അങ്ങോട്ട് എത്താം. പക്ഷേ ഇതിപ്പോൾ കുറച്ച് നേരം എടുക്കുമല്ലോ. എന്തായാലും വഴി പാലം വരാത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. മാക്കേക്കടവ് വഴി പാലം വരുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി. അതും വലിയ തീർപ്പൊന്നുമില്ല, അറിയില്ല. പിന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ല, ഞാൻ ആ തണലത്തോട്ട് മാറിയിരുന്നായിരുന്നു. അപ്പോൾ ചിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു അവിടെയല്ല ഇവിടെയാണ് വെയിൽ വരണേന്ന് പറഞ്ഞു. ഐ മീൻ ഞാൻ ഇരിക്കാൻ പോകുന്നിടത്ത് വെയിലാണെന്നും പറഞ്ഞ് തണലാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ടൊന്ന് ഇരുത്തിയെടുത്ത് നല്ല അങ്ങ് വെയിലായി. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് പോന്നപ്പോഴത്തേക്കാണ് ദാണ്ടേ ബജി. മുട്ട ബജി കണ്ടാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എനിക്കതൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ മുട്ട ബജി ഓരോന്നും തട്ടിയിട്ട് ഞങ്ങൾ നേരെ വരുന്നത് നമ്മുടെ ജ്വല്ലറിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ കമ്മൽ നോക്കാം. കമ്മലിനപ്പോൾ ഞാൻ പറഞ്ഞു തൂക്കനുള്ളതൊക്കെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. കണ്ടതേ ഉള്ളൂ. അപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ സ്റ്റഡ് തന്നെ മതി എന്ന് പറഞ്ഞു. എനിക്കെന്തോ ഈ തൂക്കനുള്ള കമ്മലുകൾ ഇഷ്ടമല്ല. ജിമ്മുക്കൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എന്നാലും എനിക്ക് സ്റ്റഡുകളാണ് പൊതുവേ ഇഷ്ടം. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിയ എല്ലാ ഓർണമെൻറ്റ്സും ചിന്നുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് കേട്ടോ. സാധാരണ ഞങ്ങൾ ഭീമയിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ എനിക്കധികമൊന്നും അങ്ങനെ ഇഷ്ടമായില്ല. പുള്ളിക്കാരി എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. ശംഖുവിന് പറഞ്ഞു വിട്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കമ്മൽ, അതും ചിന്നുവിൻ്റെ ഇഷ്ടത്തിനാട്ടോ വാങ്ങിയത്. അപ്പോൾ ശംഖുവിന് അത് ഇഷ്ടമായില്ല. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ശംഖു പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് വേറെ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ല കേട്ടോ ഇട്ടിട്ട്. അങ്ങനെ 2 ചെറിയ മൂക്കുത്തിയും ഒരു മോതിരവും ഒരു ജോഡി കമ്മലും ഒക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ടാണ്. അതിങ്ങനെ പുതുക്കി പണിതിക്ക് റെഡി ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ പുറമേ മാത്രമേ മാറ്റമുള്ളൂ ഗൈസ്. അകത്ത് പണ്ടത്തേലും ശോചനീയം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണ വേറൊന്നുമില്ല. അവിടെ കഴിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഓൾറെഡി അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടേബിൾ ഉണ്ടായിരുന്ന അവർ കഴിച്ചിട്ട് പോയ പാത്രങ്ങൾ പോലും എടുത്ത് മാറ്റിയിട്ടില്ല. അതാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ സംഭവമില്ലേ, അത് ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി അത് തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം അതിനൊരു മാറ്റമില്ല. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയുടെ പേരിൽ ഞങ്ങൾ കയറിയത് കേട്ടോ. വലിയ അഭിപ്രായമൊന്നുമില്ല ഇന്ത്യൻ കോഫി ഹൗസിനെ പറ്റി. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഏകദേശം ഈ ഒരു സമയമായിട്ടോ. വീട്ടിൽ എത്തിയപ്പോൾ 8 മണിയോളായി. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസ് വരും, കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.